ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ച കുറച്ച് പുതിയ രീതിയിലുള്ള പ്രസ്താവനാ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെയധികം പ്രധാനപ്പെട്ട തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവായ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ പ്രസ്താവന, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. അത് ശരിയാണ്. 1925 മാർച്ച് 12 ശിവഗിരിയിൽ വെച്ചാണ് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത്. ശരിയാണ്. ഗുരുദേവന് ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോട് ക്ഷേത്രത്തിലാണ്. അതും ശരിയാണ്. അടുത്ത പ്രസ്താവന, 1912 ശിവഗിരി മഠം സ്ഥാപിച്ചു. അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 1912 അദ്ദേഹം ശാരദാ മഠമാണ് സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, സംസ്കൃതത്തിലും വേദോപനിഷത്തുകളിലും യോഗവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരായിരുന്നു? ചട്ടമ്പി സ്വാമികളുടെ ഗുരു സുബ്ബജഡ പാഠികളായിരുന്നു. സംസ്കൃതത്തിലും വേദോപനിഷത്തിലും യോഗവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരായിരുന്നു? സുബ്ബജഡ പാഠികൾ. ചുവടെ പറയുന്നവയിൽ ഏതാണ് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി അല്ലാത്തത്? ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി അല്ലാത്തത് ചുവടെ പറയുന്നവയിൽ ഏതാണ്? നവമഞ്ചരി, ക്രിസ്തുമത നിരൂപണം, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം. നവമഞ്ചരിയാണ്. നവമഞ്ചരി. സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുടെ ജീവചരിത്രവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. ശരിയാണ്. പൊതുജന വഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ വില്ലുവണ്ടി സമരം നടത്തി. ശരിയാണ്. 1893. പെരിനാട് ലഹള എന്നറിയപ്പെടുന്ന കല്ലുമാല സമരം 1915 നടന്നത്. നടത്തിയ നേതാവ് അയ്യങ്കാളിയാണ്. ശരിയാണ്. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്ന കൊല്ലം ജില്ലയിലാണ്. അത് തെറ്റാണ്. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടനെ തന്നെ കുറച്ച് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാ PSC പരീക്ഷകൾക്കും ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭാഗമാണ് SCRT. അപ്പൊ SCRTക്ക് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് 120 ഡേയ്സ് നീണ്ടു നിൽക്കുന്ന ഒരു ബാച്ച് കോഴ്സ് ജനുവരി 19 അൺഅക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സും അതുപോലെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അതുപോലെ ബെവ്കോ LD എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. അതുപോലെ CPO എക്സാമിനും CEO എക്സാമിനും ഡിഫറെൻറ്റ് ബാച്ച് കോഴ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനും ജോയിൻ ചെയ്യാവുന്നതാണ്. 10th ലെവൽ എക്സാമിന് വേണ്ടിയിട്ട്, അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. HSC എക്സാമിന് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കോഴ്സുകളും 10% ഡിസ്കൗണ്ടോട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ. അടുത്ത ചോദ്യം, സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന പണ്ഡിറ്റ് കറുപ്പന്റെ ജീവചരിത്രവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? പണ്ഡിറ്റ് കറുപ്പന്റെ ജീവചരിത്രവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന, അരയ സമാജം സ്ഥാപിച്ചു. ശരിയാണ്. ജാതിനാശിനി സഭ സ്ഥാപിച്ചു. തെറ്റാണ്. ജാതിനാശിനി സഭ സ്ഥാപിച്ച ആനന്ദ തീർത്ഥനാണ്. കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചു. ശരിയാണ്. ജാതിക്കുമ്മി എന്ന കൃതിയുടെ കർത്താവ്. ശരിയാണ്. വ്യക്തിയെ തിരിച്ചറിയുക. 3 സൂചനകൾ തന്നിട്ടുണ്ട്. ഇതില് ആരാണ് ഈ വ്യക്തി എന്ന് തിരിച്ചറിയുക. ആദ്യത്തെ സൂചന, വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണ ജാഥ നയിച്ചു. അത് പറയുമ്പോൾ തന്നെ നമുക്ക് ആളെ മനസ്സിലാവും. സവർണ ജാഥ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. അടുത്ത പ്രസ്താവന, വിമോചന സമരത്തിന്റെ ഭാഗമായി ദീപശിഖ ജാഥ നയിച്ചു അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ. താലികെട്ട് കല്യാണം എന്ന ശൈശവ വിവാഹം നിർത്തലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അടുത്തതും വ്യക്തിയെ തിരിച്ചറിയാനാണ്. 3 സൂചനകൾ തന്നിട്ടുണ്ട്. യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകൻ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രശസ്തമായ നാടകം രചിച്ചു.
യാചനായാത്രയ്ക്ക് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? VT ആണ്, VT ഭട്ടതിരിപ്പാട്. പഴശ്ശി വിപ്ലവത്തെ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? കേരള സിംഹം എന്നറിയപ്പെട്ടിരുന്ന പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്ര പെരുമാളാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച ആദിവാസി വിഭാഗമായ കുറിച്യരുടെ നേതാവാണ് തലയ്ക്കൽ ചന്തു. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ആർതർ വെല്ലസ്ലി. അപ്പൊ ഇതില് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഈ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്ര പെരുമാളാണെന്നുള്ള പോയിന്റ് ഒന്ന് ഓർത്തിരിക്കാം. അതുപോലെ ആർതർ വെല്ലസ്ലി, പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ആർതർ വെല്ലസ്ലി. വേറൊരു വെല്ലസ്ലി ഉണ്ട്, അത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. അതല്ല, ഇവിടെ ആർതർ വെല്ലസ്ലി ആണ്. ഓക്കെ, അടുത്തത് ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവന 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തമാണ് വാഗൻ ട്രാജഡി. വാഗൻ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് AR നേപ്പ് കമ്മീഷൻ. വാഗൻ ട്രാജഡി മെമ്മോറിയൽ ഹാള് സ്ഥിതി ചെയ്യുന്നത് തിരൂരിലാണ്. ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയ ആലി മുസലിയാറിനെ അറസ്റ്റ് ചെയ്തതാണ് മലബാർ ലഹളയ്ക്ക് പെട്ടെന്നുള്ള കാരണം. അപ്പൊ ഇതില് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 1, 2, 3 എന്നിവയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇവിടെ 4 എന്തുകൊണ്ടാണ് തെറ്റിപ്പോയത്? അതായത് ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആലി മുസ്ലിയാർ അല്ല, വടക്കേ വീട്ടിൽ മുഹമ്മദ് ആണ്. ഓക്കെ, ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തതാണ് മലബാർ ലഹളയ്ക്ക് പെട്ടെന്നുള്ള കാരണം. അത് അവിടെ പേര് തെറ്റിപ്പോയി. ആലി മുസ്ലിയാർ എന്ന് പറയുന്നത് ഖിലാഫത്ത് നേതാവ് ആലി മുസ്ലിയാറെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്ത പരന്നു. പക്ഷെ അറസ്റ്റ് ചെയ്ത ആരെയാണ്? വടക്കേ വീട്ടിൽ മുഹമ്മദിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഓക്കെ, അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കേരളത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് 1721 ആറ്റിങ്ങൽ കലാപം. ആ പ്രസ്താവന ശരിയാണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ശരിയാണ്. ആറ്റിങ്ങൽ കലാപാനന്തരം നിലവിൽ വന്ന വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മ, അലക്സാണ്ടർ ഓം എന്നിവരാണ്. ഈ പ്രസ്താവനയും ശരിയാണ്. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രാജധാനി മാർച്ച് നടത്തിയത് ആരാണ്? രാജധാനി മാർച്ച് നടത്തിയത് അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയൻ. ചുവടെ പറയുന്ന വ്യക്തികൾ, അവർ പങ്കെടുത്ത പ്രധാന സമരങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഇവിടെ തന്നിരിക്കുന്ന സമരങ്ങൾ തോൽവിറക് സമരം, മാഹി വിമോചന സമരം, മുത്തങ്ങ സമരം, കരിവെള്ളൂർ സമരം. ഇതില് നേതാക്കളും തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുന്നത് എന്ന് നോക്കാം. തോൽവിറക് സമരം ആരാണ്? കാർത്തിയായനി അമ്മ. കാർത്തിയായനി അമ്മ. മാഹി വിമോചന സമരം IK കുമാരൻ മാസ്റ്റർ. IK കുമാരൻ മാസ്റ്റർ. മുത്തങ്ങ സമരം CK ജാനു. കരിവെള്ളൂർ സമരം K ദേവയാനി. K ദേവയാനി. ഓപ്ഷൻ C ആണ് ഉത്തരം. അടുത്ത ചോദ്യം, വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രാമതാണ്? അപ്പോ വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രാമതാണ്? 21. ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ് മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ? മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാമാണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്. കേരളത്തിലെ പ്രധാനപ്പെട്ട നദികൾ, അവയുടെ അപരനാമങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഇവിടെ തന്നിരിക്കുന്ന അപരനാമങ്ങളാണ് നിള, പേരാർ, തലയാർ, മഞ്ഞനദി, മൂരാടുപുഴ, ചൂർണി. അത് നദികളുമായിട്ട് ചേരുംപടി ചേർക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിള അല്ലെങ്കിൽ പേരാർ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പാറാണ്. മഞ്ഞനദി അല്ലെങ്കിൽ മൂരാടുപുഴ എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. ചൂർണി എന്നറിയപ്പെടുന്നത് പെരിയാറാണെന്നും ഓർക്കുക. അടുത്ത ചോദ്യം, ഇടുക്കി ജില്ലയിൽ പുളിച്ചിമലയിൽ നിന്നും ഉത്ഭവിക്കുന്നതും വേമ്പനാട്ട് കായലിൽ പതിക്കുന്നതുമായ നദി ഏതാണ്? പമ്പാ നദിയാണ്. പമ്പാ നദി ഉത്ഭവിക്കുന്നത് പുളിച്ചിമലയിൽ നിന്നാണ്, പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന വെള്ളച്ചാട്ടങ്ങൾ, അവ സ്ഥിതി ചെയ്യുന്ന നദികൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. വെള്ളച്ചാട്ടങ്ങൾ പെരുന്തേനരുവി, ആതിരപ്പള്ളി വാഴച്ചാൽ, തുഷാരഗിരി, തൂവാനം വെള്ളച്ചാട്ടം. ഇവ സ്ഥിതി ചെയ്യുന്ന നദികളുമായിട്ട് എങ്ങനെയാണ് ചേരുംപടി ചേർക്കുന്നത് നോക്കാം.
പെരുന്തേനരുവി വെള്ളച്ചാട്ടം പത്തനംതിട്ട ജില്ലയിലാണ്, പമ്പാ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പമ്പാ നദി. അടുത്തത് അതിരപ്പള്ളി വാഴച്ചാൽ എവിടെയാണ്? തൃശൂർ ജില്ലയിലാണ്, ചാലക്കുടി പുഴ. തുഷാരഗിരി കോഴിക്കോട് ജില്ലയിലാണ്, എവിടെയാണ്? ചാലിപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തൂവാനം വെള്ളച്ചാട്ടം ഇടുക്കിയിലാണ്, പാമ്പാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം ഏത്? സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം ഏതാണ്? പൂക്കോട് തടാകമാണ്. പൂക്കോട് തടാകം. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏത് കായലാണ് പനയുടെ ആകൃതിയിൽ കാണപ്പെടുന്നത്? പനയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാണ്? അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായൽ. എഫ് ആകൃതിയിൽ കാണപ്പെടുന്നത് ശാസ്താംകോട്ട കായലാണ്. അവസാനത്തെ ചോദ്യം, ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് വയനാട് വന്യജീവി സങ്കേതമാണ്. വയനാട് വന്യജീവി സങ്കേതം. അപ്പോ കേരള ഹിസ്റ്ററി, ജോഗ്രഫി ഈ മേഖലയിൽ നിന്നാണ് ഇന്ന് പുതിയ പാറ്റേൺ ചോദ്യങ്ങളെല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക്